ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ബിക്കോസ് കുറേ വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ +2 ഗ്യാങ്ങിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കുറേ വർഷമായി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു മീറ്റപ്പ്. കുറച്ച് ആൾക്കാർക്ക് അവിടെയും ഇവിടെയും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ എല്ലാവരും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പോണത് ആദ്യമായിട്ടാണ്. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ +2 ക്ലാസ് മുഴുവൻ ഉള്ളൊരു മീറ്റപ്പ് അല്ലത്. ഞങ്ങൾ ജസ്റ്റ് 2 ബെഞ്ച് മാത്രമുള്ളൊരു ഗെറ്റ് ടുഗദറാണ്. അന്ന് നമ്മുടെ ക്ലാസ്സിൽ ഈ 2 ബെഞ്ചിലും കൂടി ഏകദേശം 10 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ ഇപ്രാവശ്യം വരാൻ കഴിയില്ല, അവൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള 9 ആൾക്കാരൊരു ഗെറ്റ് ടുഗദറാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം നമ്മൾ 10 ആൾക്കാരുള്ളൊരു ഗ്രൂപ്പിൽ ആരോ ഒരാൾ ചോദിച്ചതാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടല്ലേ എന്നുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ ഡിസ്കഷന് ശേഷം സെപ്റ്റംബർ 5 നബിദിനത്തിനും തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് എല്ലാവർക്കും കൂടാം എന്നുള്ളത് ഫിക്സ് ആക്കി. പിന്നത്തെ നമ്മൾ ഇഷ്യൂ എവിടെ വെച്ചിട്ട് എപ്പോൾ കൂടും എന്നുള്ളതേനു. അങ്ങനെ വീണ്ടും കുറേ ഡിസ്കഷനൊക്കെ ശേഷം ലാസ്റ്റ് നമ്മൾ ഉച്ചക്ക് 1:30 ഈ ഒരു സെപ്റ്റംബർ 5 അറേബ്യ മജ്ലിസിൽ എല്ലാവരും കൂടി എത്താം എന്നുള്ളത് ഫിക്സ് ആക്കി. 1:30 ആയപ്പോത്തിന് തന്നെ ഞാൻ കൊണ്ടോട്ട് എത്തിയിട്ടുണ്ടേനു. പിന്നെ ഓരോരുത്തരെ കാത്തു നിന്ന് 2 മണിക്കായപ്പോഴാണ് ഞങ്ങൾ അറേബ്യ മജ്ലിസിലെത്തിയത്. 2 ആൾക്കാർ 12:30 ആയപ്പോത്തിന് തന്നെ അവിടെ എത്തിയോണ്ട് 2 ആൾക്കാരും കട്ട പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഫസ്റ്റ് വൺ റുഷ്ഫിദ, ഇതല്ല കേട്ടോ ആള്. ഓളും ഞാനും 8ാം ക്ലാസ് മുതലേ ഒരുമിച്ചാണ്. ഓളിപ്പോൾ സൈക്കോളജിസ്റ്റായിട്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാവരും, അതായത് അസ്ലഹാൻ, നസ്രി, റിസ്വാന, ഫർഹാന, സുഹൈല, സെഫീന, ലസ്ന, ഫലീല, ഇവരെല്ലാവരും എനിക്ക് +1 കിട്ടിയതാണ്. ഞാനും റുഷ്ഫിയും ഫറാനയും നസീം ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. പിന്നെ ഈ വ്ളോഗിൽ ഞാൻ അപ്പോഴൊക്കെ ആയിട്ട് ഇതിൽ 2 കുട്ടികളിങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരാൾ ലെസ്നൻ്റെ കുട്ടിയാണ്, പിന്നെ മറ്റേത് ഫറാനൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അറേബ്യ മജ്ലിസിൽ നിന്ന് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹണി ചില്ലി അൽഫാം മന്തി. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം സലാഡ് കൊണ്ടുവന്ന്, സലാഡ് പിന്നെ ഓൾറെഡി ഒക്കെ ഗേൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് കാലിയായി. പിന്നെ ഒരു എക്സ്ട്രാ വീണ്ടും നമ്മൾ ചോദിച്ചപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ക്ലാസ് നിന്നൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കാണുമ്പോഴും ആർക്കും ഒരു മാറ്റം വന്നിട്ടില്ല. എല്ലാവർക്കും കുട്ടിക്കളി കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ നല്ല രസമായിരുന്നു ഈ ഒരു ടൈം വില കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെ ഫുഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും വേഗം കഴിക്കാനിരുന്ന്, അത്രയും വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ 12:30 വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വന്നപ്പോൾ വേഗം കഴിക്കാനിരുന്ന്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴായാലും നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ +2 ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതും അതൊക്കെ തന്നെയായിരുന്നു നമ്മളെ ടോപ്പിക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള 2 ആൾക്കാർ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഓരോ 2 ആൾക്കാരും ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പാരൻറ്റിങ്ങിനെ പറ്റി, കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, ഫോൺ കൊടുക്കുന്നത് നല്ലതല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഓല് പറഞ്ഞ്. പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ വാങ്ങി പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു സാധനം ഡ്രിങ്ക് കുടിക്കാൻ തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് റുഷ്വ പറഞ്ഞിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ആർക്കും അതങ്ങനെ ഇഷ്ടമായില്ല. എന്തോ കമ്പൂച്ചി അങ്ങനെ എന്തുകൊണ്ട് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി കേക്ക് സ്റ്റുഡിയോയിൽ പോയി. അവിടുന്ന് ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നേരെ വേറെ ഫുഡ് കഴിക്കാൻ പോയതൊന്നുമില്ല. കേക്ക് സ്റ്റുഡിയോയിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്താനം പറയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങോട്ട് എത്താമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറബി മജ്ലിസിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ലേനു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കേക്ക് സ്റ്റുഡിയോന്ന് 2 കോഫിയും 1 ലോഡഡ് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അറേബ്യ മജ്ലിസിൽ നിന്ന് കുട്ടിക്ക് വേണ്ടി ഹണി കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടുന്ന് അത് കിട്ടാഞ്ഞിട്ട് ഭയങ്കര കച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹണി കേക്ക് കഴിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടീൻ്റെ പേരും പറഞ്ഞിട്ട് ലെസ്നയാണ് അത് ഫുള്ള് തിന്നിട്ടുണ്ടായിരുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഹണി കേക്ക്. പക്ഷെ അത് ഒരുമിച്ച് നമുക്ക് കുറേ തിന്നാൻ കഴിയില്ല. പക്ഷെ അത് കുറച്ചായിട്ട് നമ്മളിങ്ങനെ തിന്നുമ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹണി കേക്ക്. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി ലെസ്നിൻ്റെ കുട്ടിക്ക് പനിയുള്ള ഇതായതുകൊണ്ട് കുട്ടി പിന്നെ കുറച്ച് കച്ചറായി. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കുട്ടീനെ ഡോക്ടറെ അടുത്തും ഒക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി വന്നിട്ട് നമ്മൾ വീണ്ടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ലെസ്നക്ക് നമ്മുടെ കൂടെ ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല, കുട്ടിക്ക് പനി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും പിന്നെ കൂടാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള 2-3 ആൾക്കാർക്കും കൂടി കുട്ടികളുള്ളതുകൊണ്ട് വീട്ടിൽ പെട്ടെന്ന് എത്തൽ നിർബന്ധമായിരുന്നു. നമ്മൾ ഒരു 1:30-2 മണിക്കാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ അറേബ്യ മജ്ലിസിലെത്തിയത്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തിന് ടൈമായി. പിന്നെ കേക്ക് സ്റ്റുഡിയോയിലും ടൈമായി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നല്ലതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഒരു ഹാഫ് ഡേ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കങ്ങനെ മനസ്സ് നിറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് വേറൊരു ദിവസം കൂടാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ സ്പ്ലിറ്റ് ആയത്. ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടൈം കഴിഞ്ഞ പോലെ തോന്നി. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയം ചിലവഴിച്ചാലും നമുക്കത് തീരെ ഇല്ലാത്ത പോലെയാണല്ലോ തോന്നുക.
അപ്പോൾ ഈ ഒരു ദിവസം ലൈഫിൽ എന്നും ഓർമ്മ ഉണ്ടാവുന്ന ഒരു ദിവസമാവും. അത്രയും നല്ല മൊമെൻറ്റ്സ് ഒക്കെ തന്നെ വില കൂടെ ഉണ്ടായപ്പോൾ. പിന്നെ വേറൊരു മെയിൻ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫ് ഇനി തിരിച്ച് കിട്ടൂലല്ലോ എന്നുള്ളതാണ്. അതായത് +2 ലൈഫ് ഇനിയൊന്നും നമുക്ക് തിരിച്ച് കിട്ടൂലല്ലോ എന്നുള്ള നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ വേറൊരു വ്ളോഗ് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാസലാം.